നമസ്കാരം. വീട്ടിൽ നിന്നും 1.5 അടിയോളം ഉയരത്തിൽ കത്തിയത് ഉൾപ്പെടെയുള്ള നോട്ടുകെട്ടുകൾ കണ്ടെത്തിയ സംഭവത്തിൽ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ സുപ്രീം കോടതി അന്വേഷണ സമിതി നിർദ്ദേശിച്ചതായി ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതേക്കുറിച്ച് അന്വേഷിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയാണ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ നിർദ്ദേശിച്ചത് എന്നാണ് ഇന്ത്യ ടുഡേയുടെ വെളിപ്പെടുത്തൽ. ഭരണഘടനയുടെ 124, 218 വകുപ്പുകൾ പ്രകാരം യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാണ് ആവശ്യം. കുറ്റം ചെയ്ത ജഡ്ജിയെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ അധികാരം നൽകുന്നതാണ് ഭരണഘടനയിലെ 218 വകുപ്പ്. കേന്ദ്ര സർക്കാർ തന്നെ യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യുന്നതിനായി പ്രമേയം പാർലമെന്റിൽ കൊണ്ടുവരാൻ ആലോചിച്ചു വരുന്നതിനിടെയാണ് സുപ്രീം കോടതി നിയമിച്ച കമ്മിറ്റിയുടെ റിപ്പോർട്ട് ഇതേ നിർദ്ദേശം മുന്നോട്ട് വച്ചതെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. യശ്വന്ത് വർമ്മ ഡൽഹി കോടതിയിൽ ജഡ്ജിയായിരുന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഡൽഹിയിലെ വീട്ടിൽ സ്റ്റോർ റൂമിൽ നോട്ടുകെട്ടുകൾക്ക് തീപിടിച്ച സംഭവം ഉണ്ടായത്. ഇതേ സംഭവത്തെ തുടർന്ന് സുപ്രീം കോടതി അദ്ദേഹത്തെ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി നിയമിച്ചെങ്കിലും കേസുകൾ നൽകിയില്ല. സുപ്രീം കോടതി സമിതി ഇതേക്കുറിച്ച് റിപ്പോർട്ട് അടുത്ത ദിവസം പുറത്തുവിടാനിരിക്കുന്നതേയുള്ളൂ. അതിനിടെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് വ്യക്തമായ വിവരം ലഭിച്ചുവെന്നാണ് ഇന്ത്യ ടുഡേ അവകാശപ്പെടുന്നത്. ഒരു ജഡ്ജിയുടെ വീട്ടിൽ നിന്നും ഉറവിടം വെളിപ്പെടുത്താത്ത നിലയിൽ ഇത്രയധികം തുക കണ്ടെത്തിയത് ഗുരുതരമാണെന്നാണ് സുപ്രീം കോടതിയുടെ അന്വേഷണ സമിതി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നത്. കത്തിയ നോട്ടുകെട്ടുകൾ ഉൾപ്പെടെയാണ് 1.5 അടി ഉയരത്തിൽ നോട്ടുകെട്ടുകൾ അലഹബാദ് ഹൈക്കോടതി ജഡ്ജിയായ യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ തുഗ്ലക് റോഡിലെ വീട്ടിലെ സ്റ്റോർ റൂമിൽ നിന്നും കണ്ടെത്തിയത്. മാർച്ച് 14-ന് ജഡ്ജിയുടെ വീട്ടിൽ തീപിടുത്തമുണ്ടായപ്പോഴാണ് മുറിയിൽ 1.5 അടിയോളം ഉയരത്തിൽ അടുക്കുകെട്ടായി വെച്ചിരുന്ന നോട്ടുകെട്ടുകൾക്ക് തീപിടിച്ചതായി കണ്ടെത്തിയത്. ഈ നോട്ടുകെട്ടുകളുടെ ഉറവിടം സംബന്ധിച്ച് വിശദീകരണം നൽകുന്നതിൽ യശ്വന്ത് വർമ്മ പരാജയപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം കുറ്റം അപ്പാടെ നിഷേധിച്ചുകൊണ്ട് ഇരിക്കുക മാത്രമല്ല, തന്നെ കുടുക്കാൻ വേണ്ടി നടന്ന ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നുമാണ് യശ്വന്ത് വർമ്മ നൽകുന്ന മറുപടി. പക്ഷേ സുപ്രീം കോടതി അന്വേഷണ സമിതിക്ക് ഈ വിശദീകരണം ബോധ്യപ്പെട്ടിട്ടില്ല. പക്ഷേ അന്വേഷണത്തിൽ നോട്ടുകെട്ടുകൾ വർമ്മയുടെ വീട്ടിലെ മുറിയിൽ ഉണ്ടായിരുന്നുവെന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഇത്രയും തുകയുടെ നോട്ടുകെട്ടുകൾ എവിടെ നിന്നും ലഭിച്ചു എന്ന കാര്യം യശ്വന്ത് വർമ്മയ്ക്ക് വിശദീകരിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പകരം അദ്ദേഹം കുറ്റം നിഷേധിക്കുക മാത്രമാണ് ചെയ്യുന്നത്. തീപിടുത്തമുണ്ടായ മാർച്ച് 14, 15-ന് രാത്രിയിൽ ജഡ്ജിയുടെ മകൾ ഉൾപ്പെടെ 17 പേർ വീട്ടിലുണ്ടായിരുന്നു. വീട്ടിലെ സ്റ്റോർ റൂമിൽ നിന്നാണ് പണം കണ്ടെത്തിയത്. രഹസ്യമായ നിലയിലുള്ള ഈ മുറിയുടെ പൂർണ്ണ നിയന്ത്രണം ജഡ്ജി വർമ്മയുടെ കയ്യിൽ തന്നെയാണെന്നും സുപ്രീം കോടതി റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. നോട്ടുകെട്ടിന് അടുത്തുണ്ടായിരുന്ന ഒരു മദ്യം സൂക്ഷിക്കുന്ന അറയുണ്ടായിരുന്നു. അതാണ് തീ ആളിക്കത്താൻ കാരണമായത്. വീട്ടിലുണ്ടായിരുന്ന ജീവനക്കാർ കത്തിയ നോട്ടുകെട്ടുകൾ മാറ്റാൻ ശ്രമിച്ചതായും സുപ്രീം കോടതി റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കത്തിയ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചതിന് 1.5 അടിയോളം ഉയരമുണ്ടായിരുന്നു. പാതി കത്തിയ നോട്ടുകെട്ടുകൾ അടുക്കി വെച്ചതും 1.5 അടിയോളം ഉയരമുണ്ടായിരുന്നു. സ്റ്റോർ റൂമിന്റെ വാതിൽ മുതൽ എതിരെയുള്ള ചുമർ വരെ നോട്ടുകെട്ടുകൾ അടുക്കിയിരുന്നതായി കേസ് അന്വേഷിച്ച ദില്ലിയിലെ തുഗ്ലക് റോഡിലെ പോലീസ് മേധാവി പറയുന്നുണ്ട്. ജഡ്ജിയുടെ സെക്രട്ടറി രാജേന്ദർ സിംഗ് കാർക്കിയാണ് സംഭവം ആദ്യമായി ജഡ്ജിയോട് റിപ്പോർട്ട് ചെയ്തത്. ജഡ്ജിയുടെ സെക്രട്ടറി രാജേന്ദർ സിംഗ് കാർക്കിയാണ് സംഭവം ആദ്യമായി ജഡ്ജിയോട് റിപ്പോർട്ട് ചെയ്യുന്നത്. നോട്ടുകെട്ടുകൾക്ക് തീപിടിച്ച കാര്യം അറിയിക്കാൻ രാജേന്ദർ സിംഗ് കാർക്കി പലകുറി ജഡ്ജിയെ വിളിച്ചിരുന്നു. നോട്ടുകെട്ടുകൾക്ക് തീപിടിച്ചപ്പോൾ ജസ്റ്റിസ് വർമ്മ സ്ഥലത്തില്ലായിരുന്നു. അതിനാൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നില്ല. മാത്രമല്ല വേറെ പരാതികളുമില്ലായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ച് കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെട്ടു വന്ന പരാതികൾ സുപ്രീം കോടതി തള്ളിക്കളയുകയായിരുന്നു. പകരം കേന്ദ്ര സർക്കാർ ഇതേക്കുറിച്ച് ഒരു തീരുമാനമെടുക്കട്ടെ എന്ന നിലപാടിലായിരുന്നു സുപ്രീം കോടതി. എന്തായാലും കുറ്റപ്പെടുത്താൻ മാത്രമുള്ള മതിയായ തെളിവുകൾ ഉള്ളതിനാൽ വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്നാണ് സുപ്രീം കോടതി സമിതി നിർദ്ദേശം നൽകിയതെന്നാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്യുന്നത്. ഗുരുതരമായ കുറ്റമായതിനാൽ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യാൻ വേണ്ടിയുള്ള ഇംപീച്ച്മെന്റ് പ്രക്രിയ ആരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടതായി സുപ്രീം കോടതി നിയോഗിച്ച കമ്മീഷൻ നിർദ്ദേശിച്ചതായാണ് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് പറയുന്നത്. സഞ്ജീവ് ഖന്ന സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്നപ്പോൾ ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട പ്രധാനമന്ത്രിക്കും രാഷ്ട്രപതിക്കും കത്തയച്ചിരുന്നു. പിന്നീടാണ് സഞ്ജീവ് ഖന്നയുടെ കാലാവധി തീർന്നപ്പോൾ പുതിയ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി ഗവായ് എത്തിയിരുന്നത്. ന്യൂസ് ഡെസ്ക് തത്തമൈ ന്യൂസ്.